നമ്മുടെ നോർസെറ്റ് 11 എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അതുകൂടാതെ തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് സ്ഥാപനങ്ങളിലും അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ് ജനറൽ കാറ്റഗറി കേട്ടോ. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കോൾ ഫോർ ചെയ്തിരിക്കുന്നില്ല. നിയറസ്റ്റ് ആയിട്ടുള്ള എയിംസ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ എയിംസ് മംഗളഗിരിയാണ്. ഇത്രയും ടോപ്പിക്സ് നോക്കി നമ്മൾ ജൂലൈ 29 ടിൽ ഒരു ഓഗസ്റ്റ് 8 വരെ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതായത് ഇത് ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർസെറ്റ് 11 എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അതുകൂടാതെ തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സമയമില്ല എങ്കിൽ സേവ് ഫോർ ലേറ്റർ വെച്ചിട്ട് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണുക. കാരണം ഇതിൽ നമ്മൾ എക്സാം സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നോർസെറ്റ് 11 എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇത് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം. നമുക്ക് ഈ പറയുന്ന നോർസെറ്റ് 11 എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നോക്കിയാൽ നോർസെറ്റ് 11 എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്ന സമയം അല്ലേ, അതായത് ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 13 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സൈറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം നോക്കിയേ, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് 24 ജൂലൈ ആണ്. നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ പറയുന്ന 24 ജൂലൈ ആണ്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ അല്ലെ, എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഓഗസ്റ്റ് 13 5 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, എത്രയും വേഗം അപ്ലൈ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് മേ ബി സെർവർ എറർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം. അത് 24 ഓഗസ്റ്റിനാണ് അത് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുക. പിന്നെ നമുക്ക് എക്സാം സിറ്റി ഇൻറ്റിമേഷൻ ഏത് സെന്റർ ആണ്, ഏത് സിറ്റിയാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് സെപ്റ്റംബർ 3 കൂടി അറിയാനായിട്ട് കഴിയും. പിന്നെ അഡ്മിറ്റ് കാർഡ് സെപ്റ്റംബർ 9 റിലീസ് ചെയ്യുക. അതിന്റെ പ്രിലിമിനറി എക്സാം വരിക സെപ്റ്റംബർ 12 ആണ്. മെയിൻ എക്സാമിനേഷൻ വരിക സെപ്റ്റംബർ 30 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറയുക. ഇനി നോക്കിയാൽ നമ്മുടെ നോർസെറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുക യൂഷ്വലി എയിംസ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരിക്കും അല്ലേ. സോ നമുക്ക് സാലറി എത്രയുണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. സാലറി നമുക്ക് പറയാനായിട്ട് കഴിയുമെങ്കിൽ ഒരു 75,000 to 1 lakh കേട്ടോ. അതിൽ നിയർലി ഒരു ലക്ഷത്തോളം അടുപ്പിച്ചിട്ടുള്ള ഒരു സാലറി നമുക്ക് കയ്യിൽ കിട്ടും. ഇത് നോക്കി ഇപ്പോഴത്തെ പേ കമ്മീഷൻ അനുസരിച്ചിട്ടാണ്. അധികം താമസമില്ലാതെ തന്നെ പേ റിവിഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 1,10,000 അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപയോളം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ. നോക്കിയാൽ DA, HRA, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, പെൻഷൻ ബെനിഫിറ്റ്സ്, പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, ജോബ് സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് കൂടെ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നോക്കിയാൽ നോർസെറ്റ് 11 എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഒന്നുകിൽ BSc നഴ്സിംഗ് പാസ്സായിരിക്കണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ കൗൺസിൽ രജിസ്ട്രേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് BSc നഴ്സിംഗ് അല്ല എങ്കിൽ പോസ്റ്റ് ബേസിക് PSc നഴ്സിംഗ് പാസ്സായിരിക്കണം, നിങ്ങൾക്ക് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടാകണം. ഇതും അല്ല എങ്കിൽ GNM അല്ലെ, നമ്മളെ ഡിപ്ലോമ അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു മിനിമം 50 ബെഡഡ് ഹോസ്പിറ്റൽസിൽ നമുക്ക് ഉണ്ടാകണം. സോ ഇതാണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുക. ഇനി നോർസെറ്റ് 11ന്റെ ഏജ് ലിമിറ്റ് ആണ് പറയുക. നോക്കിയാൽ മിനിമം 18 ഇയേഴ്സ് ആണ്, മാക്സിമം 30 വയസ്സ് വരെ ഉള്ള കാൻഡിഡേറ്റ്സിന് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ യൂഷ്വലി ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇതിന്റെ ഏജ് കട്ട് ഓഫ് അല്ലെങ്കിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്ത് ബേസ് ചെയ്ത് വെച്ചിട്ടാണെന്നുള്ളത് അല്ലേ. അതിൽ നോക്കി ഓഗസ്റ്റ് 13 ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ്, ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വരിക. അതായത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ആണ് ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വരിക. അതുകൂടാതെ SC ST കാറ്റഗറിയിലുള്ളവർക്ക് 5 വർഷം ഇളവുണ്ടാകും. OBC കാറ്റഗറിയിലുള്ളവർക്ക് 3 വർഷം, പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 10 വർഷം. അങ്ങനെയുള്ള സാധാരണ നമുക്ക് ലഭിക്കുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിൽ ഏതൊക്കെ സെന്റേഴ്സ് ആണ് വരുന്നത് എന്ന് ഞാൻ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം. എങ്കിലും ഇപ്പോൾ ഏജ് പറഞ്ഞത് കൊണ്ട് പറയാണ്, നമുക്ക് ജിപ്മർ അല്ലെ, പോണ്ടിച്ചേരി ജിപ്മർ ഈ നോർസെറ്റ് വഴി തന്നെയാണ് ഫില്ല് ചെയ്യുക. അതുകൂടാതെ ESIC കേട്ടോ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഈ പറയുന്ന നോർസെറ്റ് എക്സാം വഴി തന്നെയാണ് അവിടുത്തെ വേക്കൻസീസ് ഫില്ല് ചെയ്യുക. സോ ഈ 2 സ്ഥാപനങ്ങളിലും അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ് ജനറൽ കാറ്റഗറി കേട്ടോ. അപ്പോൾ 35 വയസ്സ് ജനറൽ കാറ്റഗറിക്ക്, 38 വയസ്സ് OBC കാറ്റഗറിക്ക്, SC ST കാറ്റഗറിക്ക് 40 വയസ്സ് വരെ ഈ പറഞ്ഞ 2 സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അതായത് ഇതിന്റെ എക്സാമിനേഷൻ വരുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നത് സിംഗിൾ ആയിട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ സെന്റേഴ്സ് മാത്രമായിരിക്കും കൊടുക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ നമ്മൾ അവിടത്തേക്ക് മാത്രമായിരിക്കും പരിഗണിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഈ നോർസെറ്റ് 11ന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നോക്കി അതിന്റെ സ്റ്റേജ് 1 ആണ് നമ്മൾ ഈ പറയുന്ന സെപ്റ്റംബർ മാസം 12 നടക്കാനിരിക്കുന്ന നോർസെറ്റ് പ്രിലിമിനറി
എക്സാമിനേഷൻ എന്ന് പറയുക. അതൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. രണ്ടാമത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് നോക്കിയാൽ നോർസെറ്റ് മെയിൻ എക്സാം എഴുതാനായിട്ട് കഴിയും അല്ലെ. സോ അത് ബേസ് ചെയ്തിട്ട് നോർസെറ്റ് മെയിൻ എക്സാമിനേഷനിൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. സോ മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോയ്സ് ഫില്ലിംഗ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. അതായത് നമുക്ക് ഏത് എയിംസ് ആണ് വേണ്ടത് അവിടത്തേക്ക് നമുക്ക് ചോയ്സ് കൊടുക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അറ്റ് ദ അലോട്ടഡ് എയിംസ് കേട്ടോ. എയിംസ് യൂഷ്വലി എവിടെയാണോ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടതായിട്ട് വരും. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും, നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായിട്ട് മാറും. സോ ഇതാണ് ഈ നോർസെറ്റ് 11ന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പൊ നോക്കിയാൽ ഇനി നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്, ഓക്കെ എക്സാമിനേഷൻ ഒക്കെ ഉണ്ട്, എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2 തരത്തിലാണ്, നമുക്ക് 2 സ്റ്റേജിലാണ് എക്സാം വരിക. ഒന്ന് സ്റ്റേജ് 1, 2 സ്റ്റേജ് 2 മെയിൻ എക്സാം. നമുക്ക് സ്റ്റേജ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് 100 മാർക്കിനുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക കേട്ടോ. 100 മാർക്കിനുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് 80% ക്വസ്റ്റ്യൻസ് നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്നാണ് വരിക. 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20% ക്വസ്റ്റ്യൻസ് GK ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ് വരിക കേട്ടോ. അപ്പൊ നോക്കിയാൽ ഈ സ്റ്റേജ് 1 എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. നോക്കിയാൽ 1/3 എന്നുള്ള നിലയിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. കൂടാതെ എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ വരുന്നത് നോക്കിയാൽ 90 മിനിറ്റ്സ്, അതായത് 1.5 മണിക്കൂർ ഡ്യൂറേഷൻ ആണ് നമ്മുടെ എക്സാമിന് വരിക. ഇത് പ്രിലിമിനറി എക്സാമിനെ കുറിച്ചാണ് പറയുക. നെക്സ്റ്റ് സ്റ്റേജ് 2 മെയിൻസ് എക്സാം ആണ്. 180 മിനിറ്റ് കേട്ടോ, അതായത് നോക്കിയാൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാം ആണ്. 160 മാർക്കിന് 160 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അവിടെ ഒബ്വിയസ്ലി നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. 1/3 എന്നുള്ള നിലയിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. യൂഷ്വലി കൂടുതലും ക്വസ്റ്റ്യൻസ് സിനാരിയോ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം വേറൊരു കാര്യം നമ്മൾ നോർസെറ്റ് എക്സാം വെച്ചിട്ട് ഓർക്കേണ്ടത്, ഓക്കെ ഇവിടെ നമുക്ക് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് മേ ബി ഇവർ പറയുന്നുണ്ട് മെയിൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ സ്റ്റേജ് 1 കഴിഞ്ഞ എക്സാമിനൊക്കെ സ്റ്റേജ് 1 സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. സോ അത് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ മനസ്സിൽ കണ്ടുവേണം എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് നോക്കിയാൽ ഈ നോർസെറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാണ്, വേക്കൻസീസ് എത്രയാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, പ്രിലിമിനറി ആയിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് ഏകദേശം 2218 വേക്കൻസീസ് ആണ് ഇവിടെ വരിക അല്ലെ. അത്യാവശ്യം നല്ല ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വരിക. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നോക്കി മൊത്തം ടോട്ടൽ 27 സ്ഥാപനങ്ങൾ, 27 സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ഈ എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നത്. അതിൽ നോക്കി 19 എയിംസ് ആണ് കേട്ടോ, 19 എയിംസ് ആണ്. അതുകൂടാതെ ബാക്കി സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ നോക്കി നമ്മൾ മലയാളികൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ, നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എയിംസ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കോൾ ഫോർ ചെയ്തിരിക്കുന്നില്ല. നിയറസ്റ്റ് ആയിട്ടുള്ള എയിംസ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ എയിംസ് മംഗളഗിരിയാണ്. പിന്നെ അതുകൂടാതെ നോക്കിയാൽ ജിപ്മർ പോണ്ടിച്ചേരി ഉണ്ട്, നമുക്ക് നിയറസ്റ്റ് തന്നെയാണ് കേരളത്തിൽ നിന്ന്. അതുകൂടാതെ ESIC ന്യൂഡൽഹി ഉണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും ഞാൻ മെൻഷൻ ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, അപ്പർ ഏജ് ലിമിറ്റ് ഈ പറഞ്ഞ ജിപ്മർ ESIC ആണ് എങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ 35 വയസ്സ് വരെയുള്ള കാറ്റഗറി വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഇനി നോക്കിയാൽ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോർസെറ്റ് 11 എക്സാം അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ നോർസെറ്റ് 11 എക്സാമിനേഷന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈൻ ത്രൂ ആണ് മീൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. വെബ്സൈറ്റ് വരുന്നത് www.aimsexams.ac.in അല്ലെ. നമ്മൾ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവാം. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, നമ്മുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് നമ്മുടെ ഫീസ് അല്ലെ, എത്രയാണോ റിക്വയർഡ് എമൗണ്ട് ഫീസ് വരിക അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ആൻഡ് യു ഹാവ് ടു സബ്മിറ്റ് ആൻഡ് കൺഫേം അല്ലെ. നമുക്ക് എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം, നമുക്ക് കൺഫേം ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുക. ഇനി നോക്കിയാൽ ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നോർസെറ്റ് 11 എക്സാമിനേഷൻ ഈ വരുന്ന സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. കഷ്ടിച്ച് ഒരു 1.5 മാസമാണ് നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടി ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ എജുസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന് ഒക്കെ നമ്മുടെ റിവിഷൻ നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ റിവിഷൻ അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ടുള്ള എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതുകൂടെ പരിഗണിച്ചിട്ട് തന്നെ നമ്മൾ ഒരു പുതിയ ഒരു റിവിഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു റിവിഷൻ ബാച്ച് ആയിട്ട് തന്നെ, ഒരു ക്രാഷ് ബാച്ച് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നോക്കിയാൽ നോർസെറ്റ് 11ന്റെ ഒരു 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആസ് വെൽ ആസ് നമ്മുടെ ക്രാഷ് ബാച്ചിൽ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. നോക്കി ഇതിൽ ഇപ്പൊ നിങ്ങൾ നമ്മുടെ എജുസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് സിലബസ് എൻ്റെയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം.
നമുക്ക് കംപ്ലീറ്റ് എന്താ ടോപ്പിക്സ് റിവൈസ് ചെയ്തിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാൽ നമ്മൾ പല മൊഡ്യൂൾസ് ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നോക്കിയാൽ എസ്പെഷ്യലി സ്പെഷ്യാലിറ്റി നഴ്സിംഗ് ആണ് വരിക. അതിൽ നോക്കിയാൽ ഇതിൽ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് അതിന്റെ റിവിഷൻ ആണ്, അതിന്റെ ഒരു ഷെഡ്യൂളാണ് വരിക കേട്ടോ. നമ്മൾ 29 ജൂലൈ ആണ് സ്റ്റാർട്ട് ചെയ്യുക. നോക്കിയാൽ അതിൽ ആദ്യം സ്പെഷ്യാലിറ്റി നഴ്സിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. ലൈക്ക് നോക്കിയാൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, OBG, പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് അല്ലെ. സോ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ഈ ഇത്രയും ടോപ്പിക്സ് നോക്കി നമ്മൾ ജൂലൈ 29 ടിൽ ഒരു ഓഗസ്റ്റ് 8 വരെ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതായത് ഇത് ലൈവ് റിവിഷൻ സെഷൻസ് തന്നെയായിരിക്കും കേട്ടോ. ലൈവ് ആയിട്ടുള്ള റിവിഷൻ ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് നമ്മൾ എന്താ ലൈവ് റിവിഷൻ കഴിയുന്ന ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാകും. ആ ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിന്റെ ഡിസ്കഷൻസ്, അതും ലൈവ് ഡിസ്കഷൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് നമുക്ക് തെറ്റുന്നത്, എന്തുകൊണ്ടാണ് തെറ്റിയത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു പോവാം. മൊഡ്യൂൾ 2-ലാണെങ്കിലോ മിക്ക ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ്, പിന്നെ നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അനദർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ. നമുക്ക് അതിൽ നമ്മൾ ഈ പറയുന്ന നഴ്സിംഗ് ഫൗണ്ടേഷൻ, പിന്നെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മളോട് ഡിസ്കസ് ചെയ്യും. ഫോളോഡ് ബൈ നമുക്ക് ടെസ്റ്റ് ഉണ്ടാകും. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. ദാറ്റ് ഈസ് നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് അല്ലേ. നോക്കിയാൽ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് അതിൽ നമ്മൾ മൈക്രോബയോളജി, ന്യൂട്രീഷൻ, പിന്നെ നഴ്സിംഗ് റിസർച്ച്, നഴ്സിംഗ് മാനേജ്മെന്റ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, പിന്നെ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, എമർജൻസി ഫസ്റ്റ് എയ്ഡ്, പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മെഗാ റിവിഷൻ കൂടെ ഉണ്ടാകും കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നോർസെറ്റ് 11 പ്രിലിമിനറി എക്സാമിന് നമുക്ക് എന്താണ് GK പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നോൺ നഴ്സിംഗ് അല്ലെ 20 മാർക്കിന് ഉണ്ടാകും ക്വസ്റ്റ്യൻസ്. സോ യൂഷ്വലി സ്റ്റുഡൻസ് ഒക്കെ അത് എന്താ ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഈ നോർസെറ്റ് 11 പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മെയിൻ എക്സാമിനേഷന്റെ ഒരു ചവിട്ടുപടിയാണ്. ഇവിടെ നോർസെറ്റ് 11 പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്ന എല്ലാവർക്കും നോർസെറ്റ് 11 തന്നെ നമ്മുടെ മെയിൻ എക്സാം എഴുതാനായിട്ട് കഴിയില്ല അല്ലെ. സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രമേ എഴുതാനായിട്ട് കഴിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ നമ്മുടെ ബാച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ റിവിഷൻ പ്ലാനിൽ നമ്മൾ ഇതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 4 ആയിട്ട് GK, അതുകൂടാതെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഈ പറഞ്ഞ റിവിഷനും പിന്നെ അതിന്റെ ടെസ്റ്റും ഡിസ്കഷനും കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നത് നമുക്ക് നോക്കിയാൽ ഈ സെപ്റ്റംബർ 4 മുതൽ സെപ്റ്റംബർ 7 വരെ വരുന്നത് ഒരു ഫൈനൽ ഇന്റഗ്രേറ്റഡ് റിവിഷൻ പ്ലാനാണ്. അതിനകത്ത് നോക്കിയാൽ മെഗാ റിവിഷൻ ഉണ്ടാകും. അതായത് മെഗാ റിവിഷൻ പല സ്റ്റേജുകളായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അതുകൂടാതെ ഒരു ഫൈനൽ നോർസെറ്റ് ഒരു റാപ്പിഡ് റിവിഷൻ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് നോക്കിയാൽ നമ്മുടെ നോർസെറ്റിന്റെ ഒരു മോക്ക് ടെസ്റ്റ്, ഒരു 3 മോക്ക് ടെസ്റ്റ്, അതുകൂടാതെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാകും. പിന്നെ ലാസ്റ്റ് നമുക്കൊരു ഫൈനൽ സിമുലേഷൻ ടെസ്റ്റ് കൂടെ നടത്തി പിന്നെ ഒരു മോട്ടിവേഷൻ, പിന്നെ ടിപ്സ് ട്രിക്സ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ എല്ലാം എങ്ങനെ നമ്മൾ എക്സാം ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിനെ എക്സാമിനേഷന് വേണ്ടി അയക്കുക. സോ ഇതാണ് നമ്മുടെ ഒരു 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുക. സോ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ പുതിയ ക്രാഷ് ബാച്ച് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ജോയിൻ ചെയ്താലില്ലെങ്കിലും എക്സാം എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചെഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.